വളരെ നമ്മൾ ഇന്നലെ സഭയാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ സഭയാണ് നമുക്ക് ബൈബിൾ തന്നത്, കത്തോലിക്ക സഭയാണ്, ചില ആളുകളാണ് നമുക്ക് ബൈബിൾ തന്നത് എന്നുള്ള ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ വാദങ്ങളെ വചനം വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുകയും ചരിത്ര പുസ്തകങ്ങൾ അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഔദ്യോഗികമായ ടെക്സ്റ്റുകൾ വെച്ച് പരിശോധിക്കുകയും ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. ഒരു വ്യക്തിക്ക് അഭിമാനിക്കാൻ ഒരു വകയില്ല, ഇത് ഞാനാണ് ചെയ്തത് എന്ന് പറയാൻ ഒരു വകയില്ല. അല്ലെങ്കിൽ ഒരു സഭ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം തന്നെയാണ് അത് ചെയ്തതെന്ന് നമ്മൾ വചനത്തിലൂടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു സഭയ്ക്കും ഒരു ഡിനോമിനേഷനും സ്വന്തമായി ഇത് അവകാശപ്പെടാൻ കഴിയത്തില്ല എന്ന് നമ്മൾ ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. മാത്രമല്ല, എഴുതപ്പെട്ട പാരമ്പര്യത്തിനെതിരായി ഒരു പാരമ്പര്യവും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് വിശുദ്ധമല്ല, അത് ദൈവം നൽകുന്നതല്ല, അത് ആദിമസഭയുടേതല്ല, അപ്പസ്തോലികമല്ല എന്ന് വ്യക്തമാണ്. ഇടയ്ക്ക് എവിടെയോ കയറി വന്നതാണ്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കാതെ പാരമ്പര്യത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തപ്പോൾ സംഭവിച്ചതാകാമെന്ന് ഞാനല്ല പറഞ്ഞത്, ഈ പുസ്തകത്തിൻ്റെ എഡിറ്റേഴ്സ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ആ നിഗമനങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി. മാത്രമല്ല, എഴുതിയ പാരമ്പര്യങ്ങളാകട്ടെ അത് ഓറൽ ട്രഡീഷനാണ് അതിൻ്റെ ഉറവിടം. അതായത് ലൂക്കാ സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞു, ഈ സുവിശേഷം എഴുതപ്പെട്ടതോ നമ്മൾക്ക് ഭരമേൽപ്പിച്ചു തന്നത് കേട്ടവർ, യേശുവിൻ്റെ കൂടെ നടന്നവർ, അപ്പസ്തോലന്മാർ, അവർ നൽകിയ വാമൊഴിയായി നൽകിയ ആ പാരമ്പര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. മത്തായാകട്ടെ, മർക്കോസ് ആകട്ടെ, ലൂക്കോസ് ആകട്ടെ, മറ്റ് സുവിശേഷങ്ങളും ലേഖനങ്ങളും എല്ലാം തന്നെ ഒരേ ഉറവിടമാണ്. ഇത് രണ്ട് ഉറവിടമല്ല. അതുകൊണ്ട് തന്നെ രണ്ട് വഴിക്ക് ഇതിന് പോകാൻ സാധിക്കത്തില്ല. ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാട്ടും പോകുന്നത് ശരിയല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കി. ഇന്നലത്തെ ആ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ബോക്സിലുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കും. അതിനെക്കുറിച്ച് മറുപടി പറയേണ്ട കാര്യമാണെങ്കിൽ, യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള എന്തെങ്കിലും രേഖകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് കൂടുതലായിട്ടുള്ള മറുപടികളും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള തെളിവുകളും നമുക്ക് വെക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട്, എന്താണ് ഈ ലിഖിത പാരമ്പര്യം അല്ലെങ്കിൽ ബൈബിൾ എഴുതാൻ കാരണമായത്? നമ്മൾ കണ്ടു, യേശു ക്രിസ്തുവിൻ്റെ ഒരു എഴുത്തും കാണത്തില്ല അവിടെ പാപിനിയായ സ്ത്രീയെ അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ നിലത്തിരുന്ന് അവൻ എഴുതി എന്ന് പറയാം. പക്ഷെ എന്താണ് എഴുതിയതെന്ന് ആർക്കും വ്യക്തമായിട്ട് ബോധ്യമില്ല. ഒരു പക്ഷേ ആ പിടിക്കപ്പെട്ടവരുടെ കുറ്റമായിരിക്കും യേശു ആരോപിച്ചത്. കാരണം അവിടെ എഴുതിയത് കൃത്യമായിട്ട് ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കാട്ടാഗ്രാഫിൻ, അതായത് ആരോപണം എഴുതി എന്നാ കിടക്കുന്നത്, അവർക്കെതിരെ എഴുതി എന്നാ കിടക്കുന്നത്. അതുകൊണ്ട് ആ പിടിക്കപ്പെട്ടവരുടെ പാപങ്ങളായിരിക്കാം ഒരുപക്ഷെ യേശു എഴുതിയത് എന്ന് മാത്രമാണ് നമുക്കൊരു സൂചനയുള്ളത്. പക്ഷെ എന്താ യേശു എഴുതിയതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ എഴുതാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവാണെങ്കിൽ, എഴുതാൻ പ്രബോധനം നൽകിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻ ദൈവം തന്നെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. പക്ഷേ എഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു വാനമേഘങ്ങളിലേക്ക് പോയി പിറ്റേ ദിവസം തുടങ്ങി എഴുത്തു തുടങ്ങിയോ? ഒരിക്കലുമില്ല. ഏകദേശം AD 33 കഴിഞ്ഞ് പിന്നെയും എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പൗലോസ് ദൈവവചനത്തിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ സഭയിലേക്ക് കടന്നു വരുന്നത്? പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ലേഖനം എഴുതുന്നത്. അതിനും ശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നത്. അതിനുശേഷമാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത്, ലൂക്കാ സുവിശേഷം, അതിനുശേഷം ഏറ്റവും അവസാനം യോഹന്നാന്റെ സുവിശേഷം, ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ 27 പുസ്തകങ്ങളുടെ ന്യൂ ടെസ്റ്റ്മെന്റ് തന്നെ എഴുതിയത് വലിയൊരു കാലഘട്ടം തന്നെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളെടുത്തു. അപ്പോൾ ഈ വർഷങ്ങളുടെ സമയം എന്താണ് അതിന് മാനദണ്ഡമായി അല്ലെങ്കിൽ എഴുതാൻ കാരണമായതെന്ന് നമ്മളത് പരിശോധിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എഴുതാനായി അവിടെ ഉണ്ടായിരുന്ന സാഹചര്യമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഒന്നാമത്തെ കാരണം, അപ്പസ്തോലന്മാർ അപ്പസ്തോല പ്രവൃത്തി 8-ാം അധ്യായം വരെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ 7-ാം അധ്യായം വരെ വായിക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ പൊതുവായ പ്രവർത്തന മേഖല മുഴുവൻ ജെറുസലേം ചുറ്റിപ്പറ്റിയാണ്. ഒരു യഹൂദന്റെ രീതി തന്നെയാണ്, ജെറുസലേമിന് ചുറ്റിപ്പറ്റി അവർ ജീവിക്കുന്നു, അവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ പല ചരിത്ര സന്ദർഭങ്ങളും നോക്കുമ്പോൾ വിദൂര ദേശങ്ങളിലേക്ക് ഇത് മാറ്റപ്പെട്ടു. സമരിയായിലും യൂദായിലും ഭൂമിയുടെ അറ്റം വരെ അപ്പസ്തോലന്മാർ പോകുന്ന ഇന്ന് ഈ കേരളത്തിൽ വരെ തോമാസ് ലീഹ വന്നു എന്ന് ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും പറയുമ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വിദൂര ദേശങ്ങളിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ വിദൂര ദേശങ്ങളിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരാണ് ഒതന്റിക് ആയിട്ടൊരു കാര്യം പറയേണ്ടത്. അതോറിറ്റേറ്റീവായിട്ട് ലോകം അംഗീകരിക്കുന്നത് അപ്പസ്തോലന്മാരെയാണ്. അതുകൊണ്ട് തന്നെ അപ്പസ്തോലന്മാരുടെ വാമൊഴികൾ മറ്റുള്ളവർക്ക് ലഭിക്കാതെ വരുമ്പോൾ മറ്റൊരു അതോറിറ്റി അവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായി വന്നു. അതായത്
ഒരു സ്ഥലത്ത് സഭ സ്ഥാപിക്കുകയും അവർ അടുത്ത സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയും അവിടെ പോയി ദൈവത്തിൻ്റെ വചനം പറയുകയും അവിടെയും ആത്മാക്കളെ നേടുകയും അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വലിയ കൂട്ടമായി മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ എഴുതപ്പെട്ട ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സഭയിൽ വ്യാജ പ്രബോധകന്മാർ വന്ന് നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ലേഖനങ്ങൾ എഴുതണം. ഇതാണ് ലേഖനങ്ങളുടെ മുഴുവൻ പശ്ചാത്തലം. അപ്പസ്തോലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതിയത്, പത്രോസ് ലേഖനങ്ങൾ എഴുതിയത്, യോഹന്നാൻ ലേഖനങ്ങൾ എഴുതിയതെല്ലാം നമ്മൾ പരിശോധിച്ചാൽ അവർ സ്ഥാപിച്ച സഭകളിൽ ദുരാത്മാക്കൾ വന്ന്, വ്യാജ ഉപദേഷ്ടാക്കൾ വന്ന് തെറ്റായ വശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പസ്തോലന്മാർ അവിടേക്ക് ലേഖനം എഴുതി, കുഞ്ഞുമക്കളെ നിങ്ങൾ വിഗ്രഹത്തിൽ നിന്ന് ഓടിയകലുവിൻ, കുഞ്ഞുമക്കളെ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുവിൻ, ദൈവത്തിൻ്റെ സഭയ്ക്ക് ഈ ഒരു പാരമ്പര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സഭ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞ് കൃത്യമായ ഉപദേശങ്ങൾ ലേഖനങ്ങളിലൂടെ എഴുതി തരാൻ തുടങ്ങി. ഇങ്ങനെ ഈ വിശുദ്ധ പാരമ്പര്യം, ലിറ്ററൽ ട്രഡീഷൻ, ഒരു റൈറ്റിംഗ് ട്രഡീഷൻ നമുക്ക് നൽകാൻ ദൈവം ഇടയാക്കിയതിൻ്റെ ഒന്നാമത്തെ കാരണം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം വിദൂരദേശത്തേക്ക് വ്യാപിച്ചതാണ്. കാരണം ഒന്ന്. ഇനി രണ്ടാമത്തെ കാരണം നമ്മൾ പരിശോധിച്ചാൽ അപ്പസ്തോലന്മാർ മരണപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. നമുക്കറിയാം, ആദ്യമായി കൊല്ലപ്പെടുന്നത് യാക്കോബാണ്. പിന്നീട് അങ്ങോട്ട് സഭ പീഡിപ്പിക്കപ്പെടുന്നു, അപ്പസ്തോലന്മാർ പലരും കൊല്ലപ്പെടുന്നു. ഏകദേശം AD 67 ശേഷം നമുക്കറിയാം അപ്പസ്തോലനായ പത്രോസും പൗലോസും AD 67 ശേഷം ആ ഒരു കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്നു. മിക്ക അപ്പസ്തോലന്മാരും അവരുടെ ജീവൻ വെടിയേണ്ടി വരുന്നു, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകുന്നു. അങ്ങനെ രക്തസാക്ഷികൾ അപ്പസ്തോലന്മാർ ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഒരു മാനദണ്ഡമുണ്ട്. പത്രോസ് വ്യക്തമായിട്ട് ആ മാനദണ്ഡം എഴുന്നേറ്റെന്ന് പറയുകയാണ്. യേശുവിൻ്റെ സ്നാനം മുതൽ അവൻ്റെ മരണ ഉദ്ധാനം വരെ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരുവനാണ് ആ സ്ഥാനമുള്ളൂ. ആ സ്ഥാനം നറുക്കെടുത്ത് മത്തിയാസിന് നൽകുന്ന ഒരു പ്രവൃത്തി അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആ അപ്പസ്തോലന്മാർ മരണപ്പെടുന്നതിന് മുൻപ് മറ്റൊരു അതോറിറ്റി ഇവിടെ അവശേഷിപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് വ്യക്തമായി ബോധ്യമുണ്ടായതുകൊണ്ട് പരിശുദ്ധാത്മ നിവേശിതമായി, പരിശുദ്ധാത്മ പ്രബോധനമായി ഇത് അപ്പസ്തോലന്മാർ ലിഖിത രൂപത്തിൽ ലേഖനങ്ങളും സുവിശേഷങ്ങളും എഴുതാൻ തുടങ്ങി. ആദ്യത്തെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമായിട്ടാണ് പറയപ്പെടുന്നത്. മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ പത്രോസിന്റെ പിൻഗാമിയായ, അല്ലെങ്കിൽ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന, യാത്രകളിൽ കൂടെ നടന്ന, അല്ലെങ്കിൽ പൗലോസിന്റെ യാത്രകളിലൊക്കെ കൂടെ നടന്ന മർക്കോസ് ആദ്യമായി സുവിശേഷം എഴുതുമ്പോൾ അപ്പസ്തോലന്മാർ അത് അംഗീകരിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഞങ്ങളിൽ പലരും കൊല്ലപ്പെടുമ്പോഴും ഇത് കൈമാറി ഇതിൻ്റെ പൂർണ്ണ രൂപത്തിന്, ഇതിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കരുത്, ഇത് നശിച്ചു പോകരുത്, അല്ലെങ്കിൽ വ്യാജ ഉപദേഷ്ടാക്കൾ വന്ന് ഇതിനെ നശിപ്പിക്കും, വാമൊഴി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കുമെന്ന് ആർക്കറിയാം? ദൈവത്തിൻ്റെ ആത്മാവിനും അപ്പസ്തോലന്മാർക്കും അറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ കാരണമായി വ്യക്തമായി പറയപ്പെടുന്നത് അപ്പസ്തോലന്മാർ പലരും കൊല്ലപ്പെടുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാരണമായി ഇവിടെ പറയപ്പെടുന്നത്. മൂന്നാമത്തെ കാരണമായിട്ട് പൊതുവെ പറയപ്പെടുന്ന ഒരു കാരണം നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ 27 പുസ്തകത്തിൻ്റെ കാര്യത്തിലാണ് നമുക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ട് സഭയാണ് ആദ്യം ഉണ്ടായത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ 27 പുസ്തകത്തിന് മുൻപ് പഴയ നിയമ പുസ്തകങ്ങൾ ഇത് മുഴുവൻ, ഇനി 39 പുസ്തകമാകട്ടെ, ഇനി POC ഹോൾഡ് ചെയ്യുന്ന രീതി ആകട്ടെ, ഏത് രീതിയിലാണെങ്കിലും ഈ പഴയ നിയമത്തിൻ്റെ കസ്റ്റോഡിയൻ, അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്, ദൈവം തന്നെയാണ്. പക്ഷെ അത് ക്രോഡീകരിച്ചത് ഇന്നതാണ് ദൈവത്തിൻ്റെ വചനം, പഴയ നിയമം എന്ന് പറഞ്ഞ് നമുക്ക് തന്നത് യഹൂദ വിശ്വാസം അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യമാണ്. ഒരിക്കലും സഭയ്ക്ക് അതിൻ്റെ സ്ഥാനം കൈയടക്കാൻ സാധിക്കത്തില്ല. കാരണം പഴയ നിയമ പുസ്തകം മുഴുവൻ ആധികാരികമായി ഇന്ന പുസ്തകങ്ങളാണ് പഴയ നിയമ പുസ്തകമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ആ പഴയ നിയമ പുസ്തകം ക്രോഡീകരിച്ച് നമ്മുടെ മുൻപിൽ തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് സഭ രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് യേശു പോലും ഈ ഭൂമിയിലേക്ക് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരമായി ഇവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ദൈവം അത് മുന്നേ ചെയ്തു വച്ചിരിക്കുക. പക്ഷെ അതിൻ്റെയും പിതൃത്വം നമ്മൾ എന്ത് ചെയ്യുക? അത് ഞങ്ങളാണ് ബൈബിൾ തന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയും പിതൃത്വം നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ സങ്കടം എന്ന് പറയട്ടെ, ഈ പഴയ നിയമം മുഴുവൻ എഴുതപ്പെട്ട പുസ്തകങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു തൻ്റെ പരീക്ഷണ സമയത്ത് പിശാച് പരീക്ഷിക്കാൻ വരുമ്പോൾ യേശു വ്യക്തമായി എടുത്തു പറയുന്ന കാര്യമുണ്ട്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നിനക്കറിയത്തില്ലേ? ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ പാടുള്ളൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സകലതും എഴുതപ്പെട്ട കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ആരെന്ത് ചെയ്യുന്നത്? യേശു ക്രിസ്തു നിയമാവർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ട പാരമ്പര്യം എടുത്തു വെച്ചുകൊണ്ടാണ് പിശാചിൻ്റെ തലയെ തകർക്കുന്നത്, പിശാചിനെ ഓടിക്കുന്നത്. ഇതിൽ തന്നെ വ്യക്തമാണ്, സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം വാമൊഴിയല്ല, അത് വരമൊഴിയാണ്. അതായത്
ഓറൽ ട്രഡീഷൻ അല്ല ആധികാരികമായി സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്നത്, അത് റിട്ടൺ ട്രഡീഷനാണ്, എഴുതപ്പെട്ട രേഖകളാണെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നു. അന്ന് മുഴുവൻ സമൂഹത്തിനും അത് വ്യക്തമായിട്ട് അറിയാം. കാരണം പഴയ നിയമ ലിഖിത നിയമങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. യേശുവിന് ഏശയ്യായുടെ പുസ്തകം നൽകപ്പെട്ടു, അത് എടുത്ത് വായിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ സിനഗോഗുകളിൽ മുഴുവൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് പല ബുക്കുകളും അന്ന് എഴുതി സൂക്ഷിച്ചിരുന്നു. ഇന്നത്തെ പോലെ പ്രിന്റിംഗ് സൗകര്യങ്ങളില്ല, വലിയ വലിയ മൊബൈൽ സജ്ജീകരണങ്ങളില്ല, കമ്പ്യൂട്ടറില്ല, ഒന്നുമില്ല. ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് എഴുതണമെങ്കിൽ ദിവസങ്ങളോളം അധ്വാനിച്ച് കഷ്ടത സഹിച്ച് പേപ്പറുകളിൽ എഴുതി വലിയ അധ്വാനം കൊണ്ട് ഇത് എഴുതി സൂക്ഷിക്കുമ്പോൾ ഈ എഴുതുന്ന വ്യക്തിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: പാരമ്പര്യം എന്ന പേരിൽ ഇത് വഴിമുട്ടരുത്, തിന്മ ഇതിൻ്റെ മേൽ പ്രവേശിക്കരുത്, പിശാച് ഇത് ഉപയോഗിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയനായി സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു റിട്ടൺ ട്രഡീഷൻ ഇവിടെ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാലഘട്ടത്തിലല്ല, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാലത്തിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏശയ്യായുടെ പുസ്തകം യേശു എടുത്ത് വായിക്കുന്നതും സിനഗോഗുകളിൽ പുസ്തകങ്ങൾ മുഴുവൻ ഉണ്ടായതും പൗലോസ് സുവിശേഷം പറയുമ്പോൾ ഇത് അങ്ങനെ തന്നെയൊന്ന് പരിശോധിച്ച ചില ജനങ്ങളെക്കുറിച്ച് അപ്പസ്തോല പ്രവൃത്തി പറയുന്നതും സകലയിടത്തും നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ റിട്ടൺ ട്രഡീഷനാണ് ദൈവം സാർവത്രികമായി അംഗീകരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ലോകത്ത് അംഗീകാരമുള്ളത് അതിനാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 3 കാരണം നമുക്കവിടെ ക്ലിയർ ആണ്. ഇനി 4ാമത് മറ്റൊരു കാരണം കൂടി ഇത് എഴുതാനുള്ളൊരു കാരണമുണ്ട്. AD 90 വന്നപ്പോൾ, ഏകദേശം AD 90 കാലഘട്ടത്തിലാണ് യഹൂദന്റെ പ്രധാനപ്പെട്ട ഒരു കൗൺസിൽ നടന്നത്, യാമ്ന്യ കൗൺസിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ POC ബൈബിളും അല്ലെങ്കിൽ സത്യവേദ പുസ്തകം 66 പുസ്തകവും നമ്മൾ ഇന്ന് കാണുന്ന 73 പുസ്തകം തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നത്, ചില പുസ്തകം ഡ്യൂട്രോ കാനോൻ ആണെന്നും അത് മറ്റു പുസ്തകമാണെന്നൊക്കെ ഉള്ളൊരു തർക്കങ്ങൾ നടക്കുന്നത് ഈ യാമ്ന്യ കൗൺസിലിൽ ഈ പറയുന്ന യഹൂദരെ അംഗീകരിക്കാത്ത ചില പുസ്തകമാണെന്നും അങ്ങനെ ചില വാദങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് അവിടെ വയ്ക്കുന്നത്. അപ്പോൾ ഈ കൗൺസിലിന് മുൻപ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നടന്ന വലിയൊരു കൽപ്പന യഹൂദരുടെ ഇടയിൽ പ്രഖ്യാപിക്കുകയുണ്ടായ കൽപ്പന ഇങ്ങനെയാണ് പറയുന്നത്: ബിർക്കാത്ത് ഹാമിൻ എന്ന് പറയുന്ന ഒരു വലിയ കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് യഹൂദന്മാരുടെ സിനഗോഗുകളിലേക്ക് ക്രിസ്ത്യാനികളായ ഒരു വ്യക്തികളെയും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അന്ന് വരെ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പല ബുക്കുകളും അവർക്ക് ലഭ്യമായിരുന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്നു, അവർക്ക് വായിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. പൗലോസൊക്കെ തൻ്റെ വചനങ്ങൾ, അപ്പോൾ പഴയ നിയമത്തിൻ്റെ പല പുസ്തകങ്ങളും വെച്ചിട്ട് കൃത്യമായി വാദങ്ങൾ വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? പൊതുവായി അവർക്ക് ലഭിച്ച ജനത്തിന് മുഴുവൻ ക്രിസ്ത്യാനിക്കും സഭയ്ക്ക് മുഴുവൻ ലഭിച്ച ഒരു ആധികാരികമായ റിട്ടൺ ട്രഡീഷൻ അവർക്ക് ലഭിച്ചിരുന്ന സിനഗോഗുകളിൽ നിന്നാണ്. പക്ഷേ AD 90 സിനഗോഗുകളിൽ പ്രവേശിക്കാൻ അവസരമില്ലാതെ വന്നപ്പോൾ, പുറന്തള്ളപ്പെട്ടപ്പോൾ എഴുതപ്പെട്ട ഒരു ലിഖിത രൂപം ഉണ്ടാകേണ്ടത് അത്യാവശ്യമായി വന്നു. അങ്ങനെ 4ാമത്തെ കാരണമായിട്ട് പൊതു സമൂഹം പറയുന്നത്, സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം എഴുതാനുള്ള കാരണം AD 90 നടന്ന ഈ ബിർക്കാത്ത് ഹമാനിം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം, ഒരു കൽപ്പന പുറപ്പെടുവിച്ചതാണ് എഴുതാൻ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് കൂടി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. പ്രിയമുള്ളവർ, AD 90 മുമ്പ് നമുക്കറിയാം ലേഖനങ്ങളും സുവിശേഷങ്ങളും എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകവും യോഹന്നാൻ സുവിശേഷം മാത്രമാണ് 90 ശേഷം എഴുതപ്പെട്ടത്. നമ്മൾ ഇന്ന് കാണുന്ന 27 പുസ്തകങ്ങളുടെ പുതിയ നിയമവും പഴയ നിയമവും മുഴുവൻ അടങ്ങുന്ന പുസ്തകങ്ങൾ നമുക്കിന്ന് നൽകാൻ ആദിമസഭ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അതായത് വിശുദ്ധരുടെ സഭ ഇതിനു വേണ്ടി ദിവസങ്ങളോളം, അന്നത്തെ കണക്കനുസരിച്ച് ഒരു പേപ്പർ എഴുതാൻ പക്ക രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ 1-2 ദിവസത്തെ അധ്വാനമുണ്ട്. അത് മഷി കൊണ്ട് എഴുതണമെങ്കിൽ വീണ്ടും 2-3 ദിവസത്തെ അധ്വാനമുണ്ട്. അത് തന്നെ വലിയ അക്ഷരത്തിൽ എഴുതുമ്പോൾ വലിയ അപകടമാണ്. കാരണം നമുക്ക് കൊള്ളാവുന്നത് ഒരു പേപ്പറിൽ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് മാത്രമേ കൊള്ളത്തുള്ളൂ. അന്നത്തെ ലിപികൾ, ഗ്രീക്ക് ലിപികളൊക്കെ അങ്ങനെയാണ്. പുതിയ നിയമത്തിൻ്റെ 27 പുസ്തകങ്ങളുടെ ഏകദേശം 25,000-ലധികം വരുന്ന ഫ്രാഗ്മെന്റ്സ് നമുക്ക് ഇന്നും അവൈലബിളാണ്. ഇന്നും നമ്മുടെ ലൈബ്രറികളിൽ അല്ലെങ്കിൽ റിസർച്ച് സെന്ററുകളിൽ 25,000-ലധികം ഫ്രാഗ്മെന്റ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ കഷ്ടപ്പെട്ടത് എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് മാനുസ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് ഇന്നും സഭയുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ ലൈബ്രറികളിൽ നമ്മുടെ റിസർച്ച് സെന്ററുകളിൽ ഇരിക്കുന്നത് 25,000-ലധികം ഫ്രാഗ്മെന്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത്രയും അധികം കയ്യെഴുത്തു പ്രതികളുടെ പല ഫ്രാഗ്മെന്റുകളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക: ആദിമസഭ ഈ ലിഖിത രൂപത്തിന് എത്രത്തോളം വിയർപ്പൊഴുക്കി, എത്രത്തോളം കഷ്ടപ്പെട്ടു.
അവർക്ക് ഭക്ഷണം വേണം, അധ്വാനിക്കണം, മുന്നോട്ട് പോകണം, പലവിധ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ലിഖിത രൂപം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചത് കൊണ്ട് അതിനുവേണ്ടി ചോര നീരാക്കി അധ്വാനിച്ചു. ആ കാലഘട്ടം നിങ്ങൾ പരിശോധിക്കണം. ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുന്നവൻ കൊല്ലപ്പെടുന്ന കാലഘട്ടം, പച്ചയ്ക്ക് കത്തിക്കുന്ന കാലഘട്ടം. സ്വതന്ത്രമായി ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായി പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ സഭ ഈ ലിഖിത രൂപത്തിനു വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം. ഈ വൃത്തികെട്ട പാരമ്പര്യത്തിന് പിന്നാലെ നമ്മൾ പോകണം. ഞാൻ പറയുന്നത് ഈ നമ്മൾ ഇന്ന് കാണുന്ന തുടർന്നുള്ള വീഡിയോകളിൽ മാക്സിമം ദൈവത്തിൻ്റെതല്ലാത്ത വിശുദ്ധമല്ലാത്ത പാരമ്പര്യങ്ങൾ ഇന്ന് സഭയിൽ തുടരുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് മുഴുവൻ പറയുമ്പോൾ ഒരിക്കലും ഞാൻ സഭയെ കുറ്റപ്പെടുത്താനല്ല, അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം ആത്മാക്കൾ ക്രിസ്തുവിലേക്ക് തിരിയണം, ദൈവവചനത്തിലേക്ക്, സത്യത്തിലേക്ക് തിരിയണം എന്ന് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. നിങ്ങൾ ഒരിക്കലും സഭ വിട്ട് പോകരുതെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സഭയിൽ ഉറച്ചു നിൽക്കുന്ന പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഉറച്ചു നിൽക്കുമ്പോഴും ഈ തിന്മയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ക്രിസ്തു ചെയ്തൊരു മാതൃകയുണ്ട്. അവൻ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്തു. നമ്മളത് തന്നെ ചെയ്യേണ്ടത്. പാപത്തെ, പാപകരമായ പാരമ്പര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വെറുക്കണം. സഭയെ നിങ്ങൾ സ്നേഹിച്ചോ, അതിൽ തന്നെ ഉറച്ചു നിന്നു. പക്ഷെ എന്ത് ചെയ്യണം? ഈ പറയുന്ന പാപകരമായ പാരമ്പര്യങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ ഉറച്ചു നിന്ന് പറയാൻ എനിക്കത് വേണ്ട, ഇത് സഭയുടെ പാരമ്പര്യമല്ല, ഇത് വിശുദ്ധ പാരമ്പര്യമല്ല എന്ന് പറയാൻ കെൽപ്പ് കാണിക്കണം. അതാണ് ക്രിസ്തീയ വിശ്വാസം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല. നിങ്ങൾ ആദിമസഭയുടെ വിശ്വാസത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കുക. രക്തസാക്ഷികൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം കഴുത്തിൽ കത്തി വന്നാലും ഉറച്ചു നിന്ന് പറയാൻ അവരെന്തുകൊണ്ടാണ് ധൈര്യം കാണിച്ചത്? ഇന്ന് എത്ര ക്രിസ്ത്യാനികളുണ്ട് ഇത് പറയാൻ? ഞാനിത് പറയുമ്പോൾ എന്നെ കല്ലെടുത്ത് പറയുമ്പോഴോ ഞാൻ എന്തുകൊണ്ടത് പറയുന്നേ? ആദിമസഭയുടെ വിശുദ്ധരുടെ ഒരു നഖത്തിൻ്റെ അത്രയും പോലും ഞാൻ പറയുന്നില്ലെന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും 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 പറയുന്നത്. ആര് കല്ലെറിഞ്ഞാലും എന്ത് ചെയ്താലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? ആദിമസഭയുടെ വിശുദ്ധർ, ഈ വിശുദ്ധ പുസ്തകം നമുക്ക് നൽകാൻ കഷ്ടത അനുഭവിച്ച അനേക വിശുദ്ധർ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു നഖത്തിൻ്റെ തുമ്പ് പോലും, അവരുടെ ആ വിശുദ്ധരുടെ നഖത്തിൻ്റെ തുമ്പ് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ചെയ്യാൻ പറ്റുമോ ഈ ജീവിതത്തിൽ എനിക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, ഇതാണ് വിശുദ്ധ വേദപുസ്തകം എഴുതാനുണ്ടായ കാലഘട്ടം, അല്ലെങ്കിൽ കാരണങ്ങൾ, 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി ഇത് ഞാൻ പറയുന്ന അഭിപ്രായമാണോ? അല്ല. ഇത് പ്രൊട്ടസ്റ്റന്റ് വാദവും ഇത് തന്നെയാണ്, പെന്തക്കോസ്ത് വാദവും ഇത് തന്നെയാണ്, കത്തോലിക്ക വാദവും ഇത് തന്നെയാണ്. ഇനി ഓർത്തഡോക്സ് സഭകളുടെ ആകട്ടെ, സിറിയൻ സഭകളുടെ ആകട്ടെ, ഈജിപ്ഷ്യൻ സഭകളുടെ ആകട്ടെ, അതായത് പൗരസ്ത്യ പാശ്ചാത്യ എല്ലാ സഭകളുടെയും പാരമ്പര്യത്തിൽ ഈ 4 കാര്യമാണ് എഴുതാൻ സാധ്യത അല്ലെങ്കിൽ എഴുതാനുള്ള കാരണമെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എല്ലാവർക്കും സംശയം സഭ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളെ ഇന്നലെ പരിചയപ്പെടുത്തിയ അതേ പുസ്തകം തന്നെ നമ്മൾ കാണുകയാണ്. ബൈബിൾ ശബ്ദകോശം, ബൈബിൾ നിഘണ്ടു, ആന്റണി തേറാത്തും ജോസഫ് ലാംബ്ലാനി അച്ഛനും എഴുതിയ അതേ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 27, അതിൻ്റെ പാരഗ്രാഫ് ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഇതാണ് ഇതിന് എഴുതാനുണ്ടായ കാലഘട്ടം, കാരണങ്ങളെന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഈ ലിഖിത രൂപത്തെ അപ്പസ്തോലനായ പൗലോസ് എഴുതിയ ലിഖിത രൂപത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതാണ് ദൈവസഭയുടെ പാരമ്പര്യമെന്ന്. ഇത് കൃത്യമായിട്ട് 2 പത്രോസ് 3:15 പറയുന്നുണ്ട്. ഇനി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം പറയുന്നുണ്ട്, നിങ്ങളിത് എഴുതി സൂക്ഷിക്കണം, ഇത് എഴുതി വെക്കണം എന്ന്, ലിഖിത രൂപമാക്കി തന്നെ വെക്കണമെന്ന്, ഗ്രന്ഥമായി കരുതി വെക്കാൻ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കെ, ഈ 4 പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരിക്കെ, നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇതൊന്നും ആധികാരികമല്ല, മറ്റേതോ ഒരു പാരമ്പര്യമാണ് ആധികാരികമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയോ? സത്യദൈവത്തെ നമ്മൾ അറിയാതെ പോകുന്നു, ക്രിസ്തുവിനെ നമ്മൾ അറിയാതെ പോകുന്നു, ക്രിസ്തുവിനെതിരെ നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. ഈ മേഖലയെല്ലാം നിങ്ങൾ പരിശോധിച്ച് സത്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപയാകട്ടെ. നാളെ നമ്മൾ മറ്റൊരു വിഷയവുമായി നമ്മുടെ മുൻപിലോട്ട് വരികയാണ് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ വിശുദ്ധ വേദപുസ്തകം ലിഖിത രൂപങ്ങളായിരുന്നപ്പോൾ തന്നെ ക്രോഡീകരണം നടന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഈ 27 പുസ്തകമാണ് ക്രോഡീകരിച്ചത്. അതാരാണ് ക്രോഡീകരിച്ചത്? ആർക്കാണ് അതിൻ്റെ അവകാശം? അങ്ങനെ ആ ക്രോഡീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ക്രോഡീകരണത്തോടൊപ്പം തന്നെ പല പുസ്തകങ്ങളും തള്ളിക്കളഞ്ഞ പുസ്തകങ്ങളുണ്ട്. അതായത് ലിഖിത രൂപം തന്നെ പല പുസ്തകങ്ങളും തള്ളിക്കളഞ്ഞു. അത് തള്ളിക്കളയാനുണ്ടായ സാഹചര്യം എന്താണ്? ആ തള്ളിക്കളഞ്ഞ സാഹചര്യം പല പുസ്തകങ്ങളിലുമുള്ള എഴുതപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഇന്ന് വിശുദ്ധ പാരമ്പര്യമാണെന്ന് പറഞ്ഞ് പൊക്കി പിടിക്കുന്നുണ്ട്. അതായത് ഇത് കാനോനികമല്ല എന്ന് പറഞ്ഞ് ആദിമസഭാ പിതാക്കന്മാർ തള്ളിക്കളഞ്ഞ പല പുസ്തകങ്ങളുടെയും എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും
ഇന്ന് പാരമ്പര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ പൊക്കിപ്പിടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി നാളെ നമുക്ക് ചർച്ച ചെയ്ത് ആ വിഷയത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാമെന്ന് കൃപയാൽ ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ നമുക്കതിലൂടെ മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.